പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രത്തെ അങ്ങേക്ക് നന്ദി പറയുന്നു. നീ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മാത്രത്തെ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകിയ അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മെ ആരാധിക്കാം. ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ പ്രാർത്ഥന വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരുടെ മനസ്സിനെ വളരെയധികം ആകർഷിച്ചു. കർത്താവ് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവർ പറയുന്നു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു, അതുപോലെ നീ ഞങ്ങളെ പഠിപ്പിക്കും. മടുപ്പ് തോന്നുന്ന പ്രാർത്ഥനകളാണ് പലപ്പോഴും നമ്മുടേത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്ത സാഹചര്യം. കാരണം നിരവധിയായ ബുക്കുകളിൽ നിന്ന് വെറുതെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ വെറുതെ അർത്ഥമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പ്രാർത്ഥനകൾ പലപ്പോഴും മടിപ്പുണ്ട്. അതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രാർത്ഥന കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ആദ്യത്തെ 3 ഭാഗത്താണ് പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അവിടുത്തെ രാജ്യം വരാൻ വേണ്ടിയുള്ള ഒരു ആവേശത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന. സമ്പൂർണ്ണമായിട്ടും ഒരാഗ്രഹം, ദൈവത്തിൻ്റെ രാജ്യം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ രാജ്യത്തിൽ. പിന്നീടാണ് യാചന ഉണ്ടാകുന്നത്. ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ നിറവേറ്റിപ്പോകാൻ, ബന്ധങ്ങളിൽ വരുന്ന വീഴ്ചകളിൽ ക്ഷമിക്കുവാൻ, ജീവിതത്തിൽ വരുന്ന പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും നേടുവാൻ ഉള്ള പ്രാർത്ഥന. കർത്താവിന് മാത്രമേ നമ്മളെ സഹായിക്കുവാൻ കഴിയൂ. ഓരോ ദിവസത്തെയും ആവശ്യങ്ങളൊക്കെ അവിടെ നിന്ന് നിറവേറ്റിത്തരുവാൻ കഴിയും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ബന്ധുക്കളെ, കുടുംബാംഗങ്ങളെ, ചുറ്റുപാടുകളെയൊക്കെ സ്നേഹിക്കുവാനും, ബലഹീനരായതുകൊണ്ട് പരസ്പരം ഭിന്നതയോ കലഹങ്ങളോ ഉണ്ടാകാം, എന്നാൽ അത് ക്ഷമിക്കുവാനായിട്ടും മറക്കുവാനും പൊറുക്കുവാനുമായിട്ടുള്ള ആവശ്യം. പ്രലോഭനങ്ങളുണ്ടാകാം, കാരണം മൺകുടത്തിലാണ് നിധികൾ നൽകിയത്. അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് ഉള്ള വിളി നമുക്ക്. ഈശോയെ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഈ പ്രഭാതത്തെ സമർപ്പിക്കുന്നു. നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് നിൻ്റെ രാജ്യത്തിലെ അംഗങ്ങളായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കാം. അങ്ങയുടെ രാജ്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവരെ, പ്രാർത്ഥനയെ വെറുക്കുന്നവരെ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നവരെ എല്ലാം ഇന്ന് ആത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണങ്ങ് എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ.